+2 പബ്ലിക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില എക്സാമുകൾ കഴിഞ്ഞു, ഇനിയും ചില എക്സാമുകൾ വരാനുണ്ട്. നിങ്ങൾ അതിൻ്റെ ചെറിയ ടെൻഷനിലായിരിക്കും. പക്ഷേ നിങ്ങൾ വേറൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വാട്ട്സ് ആഫ്റ്റർ +2? +2ന് ശേഷം നിങ്ങൾ എന്ത് പഠിക്കണം, ഏത് കോഴ്സിന് പോകണം, ഏത് കോളേജിൽ ചേർന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും പല കുട്ടികളും അതൊക്കെ ചിന്തിച്ച് തുടങ്ങാൻ ജൂണിലായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അപ്പോഴേക്കും നല്ല കോളേജുകൾ അല്ലെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സമയം ഒരുപാട് വൈകിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും അടിപൊളി കോളേജ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷനാണ് CUET അഥവാ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. പല കുട്ടികളും വിചാരിക്കും എന്തിനാണ് ഞങ്ങൾ CUET ചെയ്തെന്ന്, കേരളത്തിന് ഒരുപാട് നല്ല കോളേജുണ്ട് അവിടെ പഠിച്ചാൽ പോരെ. പക്ഷേ CUET പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മൾ ഇന്ത്യയിലെ ഏതൊരു ടോപ്പ് ലെവലായിട്ടുള്ള ആളുകൾ എടുക്കുകയാണെങ്കിലും അവരൊക്കെ ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഒന്നുകൂടി ഉഷാറാക്കാനും നിങ്ങളുടെ എക്സ്പോഷർ ഒന്നുകൂടി കൂട്ടാനും നിങ്ങൾക്ക് അടിപൊളിയാവാൻ നിങ്ങളെ സഹായിക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്നതാണ്. നമ്മൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്നു എന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ക്വാളിറ്റി, നമ്മൾ ഭാവിയിൽ എന്തായിത്തരുന്നുള്ളതിൻ്റെ ഒരു മേജർ ഫാക്ടറാണ് നമ്മൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുക എന്നുള്ളത്. അപ്പം CUET പോലുള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രൻസ് എക്സാം എഴുതി അത് ക്രാക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യയിലെ ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് അവിടെ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് പഠിച്ചിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് CUET. അപ്പോൾ CUETയുടെ അപ്ലിക്കേഷൻ ടൈം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ആൾക്കാർ CUETക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളിൽ ആരൊക്കെ CUET എഴുതുന്നുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CUETയുടെ സിലബസ് +2 ആണ്. +1 നിങ്ങൾ നോക്കിയേ വേണ്ട, +2 മാത്രമാണ് സിലബസ്. മിക്കവാറും മെയ് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ മെയ് സെക്കൻഡ് വീക്കിനുള്ളിലായിരിക്കും CUETയുടെ എക്സാം വരിക. അപ്പോൾ നിങ്ങൾ മാർച്ച് 30-നോ 31-നോ നിങ്ങളുടെ പബ്ലിക് എക്സാം അവസാന ശേഷവും ഒരു മാസം നിങ്ങളുടെ മുന്നിലുണ്ട്. ഏപ്രിൽ എന്ന് പറയുന്ന വലിയൊരു മാസം നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, CUETക്ക് പ്രിപ്പയർ ചെയ്യാൻ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പം മിക്കവാറും ആൾക്കാരൊക്കെ CUETക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഏതൊക്കെ കോളേജ്, ആ കോളേജിൽ ഏതൊക്കെ കോഴ്സ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് മൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കോഴ്സിന് വേണ്ട ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾ എക്സാം എഴുതുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവും. ഇനി ചെയ്യേണ്ടത് ആ സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പഠനമാണ്. എങ്ങനെ പഠിക്കണം? ഡെയിലി നിങ്ങൾ പഠിച്ചേ പറ്റൂ കേട്ടോ. അതായത് പബ്ലിക് എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള ഏപ്രിൽ എന്നുള്ള മാസം നിങ്ങൾ CUETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഡെയിലി നന്നായി പഠിക്കണം. പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം NCERT ടെക്സ്റ്റ് ബുക്ക്, പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് വേർഡ് ബൈ വേർഡ് വായിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഹിസ്റ്ററി ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും സോഷ്യോളജി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും അതിനെ തിയറി ബേസ്ഡ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് വേർഡ് ബൈ വേർഡ് വായിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക. ഇതിനുള്ള സൊല്യൂഷനാണ് എജ്യൂപോയിന്റ് CUETയുടെ ബാച്ച്. നിങ്ങൾ എജ്യൂപോയിന്റ് CUET ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടും. അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാൻ കിട്ടുന്നു, റെക്കോർഡ് ക്ലാസ് ഉണ്ടാകും, ലൈവ് ക്ലാസ് ഉണ്ടാകും. നിങ്ങളെ CUET നിങ്ങൾക്ക് ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് പഠിക്കാൻ ആഗ്രഹം, അതിൽ ഏത് കോഴ്സാണ് പഠിക്കാൻ ആഗ്രഹം, അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നത് എജ്യൂപോയിന്റ് CUET ബാച്ചിലാണ്. അപ്പോൾ ഏപ്രിൽ മാസം നിങ്ങൾക്ക് എജ്യൂപോയിന്റ് CUETയുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മെച്ചങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഏപ്രിൽ മാസം എഫക്റ്റീവായിട്ട് CUETക്ക് വേണ്ടി പഠിക്കാനും പറ്റും. രണ്ടാമത്തെ മെച്ചം, നിങ്ങൾ ആഗ്രഹിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ആഗ്രഹിക്കുന്ന കോഴ്സ് പഠിക്കാനും പറ്റും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എജ്യൂപോയിന്റ് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതാണ്. എങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റുക? കമൻറ്റ് ബോക്സ് നമ്മളൊരു ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫില്ല് ചെയ്യുക. നമ്മുടെ ടീം നിങ്ങൾ വിളിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങളിപ്പം പബ്ലിക് എക്സാം എഴുതുന്ന തിരക്കിലാണ്, അതിന് ടെൻഷനിലാണ്. പക്ഷേ ഒരു 10 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനായിട്ട് മാറ്റുക. കാരണം CUET എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് +2ന് ശേഷം ഏറ്റവും അടിപൊളി കോളേജിൽ ഏറ്റവും നല്ല കോഴ്സ് എടുത്ത് പഠിക്കാൻ കിട്ടുന്ന ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കേരളത്തിലെ കോളേജുകളോ കോഴ്സുകളോ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ, അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ട്, അവിടുത്തെ ലൈബ്രറി സിസ്റ്റം, അവിടെ ഉണ്ടാകുന്ന ഹയറിംഗ് പ്രൊസീജിയേഴ്സ്, നിങ്ങൾ ആ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അടിപൊളി കമ്പനികളിൽ മറ്റൊക്കെ ജോലി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കൂടുതൽ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ. സോ ഈ ഒരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ കൃത്യമായൊരു പ്ലാനിങ് ആവശ്യമാണ്. അത് എജ്യൂപോയിന്റ് CUET ബാച്ചിൽ ജോയിൻ ചെയ്താൽ കിട്ടും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലുള്ള ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. നമ്മുടെ ടീം നിങ്ങൾ വിളിക്കും. CUETയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സിനും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. CUETയുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്താൽ നമ്മുടെ ടീം നിങ്ങൾക്ക് എന്ത് ചെയ്യും, റിപ്ലൈ ചെയ്യും. ഇനി നിങ്ങൾ CUET അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളാണ്, എന്തൊക്കെയാണ് കോളേജുകളിൽ നിന്നുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ഡൗട്ടുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം. CUETക്ക് അപ്ലൈ ചെയ്തിട്ട് CUET എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പം ഏപ്രിൽ മാസം CUET എക്സാം എഴുതാൻ പോകുന്ന +2ന് ശേഷം ഏറ്റവും നന്നായിട്ട് അവരുടെ ലൈഫ് സെറ്റാക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസം ക്രൂഷ്യലാണ്. ആ ക്രൂഷ്യലായ മന്ത് സെറ്റാക്കാൻ എജ്യൂപോർട്ട് നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മുടെ ക്രാഷ് ബാച്ചിൽ CUETയുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങൾ സെറ്റാകും. ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിലുള്ള ഫോം ഒന്ന് ഫിൽ ചെയ്തോ.